ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കപട നാണയമാണ് എന്ന്. ആദർശം പ്രസംഗിക്കുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അങ്ങനെ മറ്റു പലരെയും ചവിട്ടുപടിയായി കണ്ട് ഓരോരുത്തരെ ടൂളായിട്ട് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത്. ആദ്യം അണ്ണാസേരുടെ മൂവ്മെന്റ് ഭാഗമായിട്ട് നിന്നു. അത് കഴിഞ്ഞ് പിന്നീട് യോഗേന്ദ്ര യാദവിനെ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുത്തി യോഗേന്ദ്ര യാദവിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് AAP എന്ന് പറയുന്ന ഒരു അഴിമതി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഷീലാ ദീക്ഷിതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവർക്കെതിരെ മത്സരിച്ച് വിജയിക്കുന്നു. ദില്ലിയുടെ മുഖ്യമന്ത്രിയാവുന്നു, ഒക്കെയാവുന്നു. മദ്യനിരോധനം എന്ന ആശയവുമായി രംഗത്ത് വന്ന ആൾ ഏറ്റവും വലിയ മദ്യമാഫിയയുടെ ഭാഗമായിട്ട് മാറുന്നു. അതേപോലെ തന്നെ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ആൾ അഴിമതിയുടെ കേസിൽ അകത്താവുന്നു. കൂട്ടുപ്രതി എന്ന് പറയുന്നത് ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്ന സമീപകാലത്ത് കോൺഗ്രസിനോട് പരാജയപ്പെട്ട BRSന്റെ നേതാവ്, മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയാണ് കൂട്ട് കച്ചവടക്കാരി. നമ്മുടെ പണ്ട് കല്ലുവാതുക്കൽ ദുരന്തത്തിൽ ഹൈർമീസ താത്തയും മണിച്ചനും ഉണ്ടായിരുന്ന പോലെ തന്നെ മണിച്ചനും ഹൈർമീസയും കൂടി നടത്തിയ ഏർപ്പാട് പോലെ തന്നെയാണ് കവിതയും കെജ്രിവാളും കൂടി ഏർപ്പാട് നടത്തിയത്. മദ്യനയം എന്ന് പറയുന്നത്, ആ മദ്യനയത്തിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് മദ്യത്തിന്റെ ഈ നികുതി കുറയ്ക്കുകയും കാരണം മദ്യത്തിന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിലും പകുതിയോളം നികുതിയാണ്. ആ നികുതിയിൽ വലിയ കുറവ് വരുത്തുകയും പക്ഷേ വിലയിൽ കുറവ് വരുത്താതിരിക്കുകയും ചെയ്തു. സർക്കാരിന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല, പക്ഷെ അത് ഇവർക്ക് ലാഭമായിട്ട് മാറുന്നു. ആ ലാഭത്തിന്റെ ഓഹരി ഇവർ മാസപ്പടിയായിട്ടും കൈക്കൂലിയായിട്ടും മേടിക്കുകയാണ് ചെയ്തത്. പാർട്ടി ഫണ്ടിലേക്കാണെന്നൊക്കെ പറഞ്ഞത് എന്തിനാണെങ്കിലും തനി തോന്നിയാസാണ് കാണിച്ചത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന നികുതി പണത്തിന് പകരം ഇവർ പാർട്ടി എന്ന രീതിയിൽ സംഭാവനയായിട്ട് സ്വീകരിച്ചു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഡൽഹിയിലെ ഗാന്ധിനഗറിൽ പ്രചാരണത്തിന് പോയപ്പോൾ പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാളും കൂടിയാണ് പോയിട്ടുള്ളത്. ഇവർ പോയിട്ട് പ്രസംഗിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്റെ ഭാര്യ ഝാൻസി റാണിയെ പോലെയാണ്. ജനങ്ങളുടെ വിവരങ്ങൾ ഞാൻ ജയിലിലായിരുന്നപ്പോൾ അറിഞ്ഞിരുന്നത് സുനിതയിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങനെ പുകഴ്ത്തി അങ്ങനെ പറയുക. ഇദ്ദേഹം ജയിലിലായ സമയത്താണ് ഇവര് രാഷ്ട്രീയ വേദികളിൽ സജീവമാകുന്നത്. അടുത്ത ജനറേഷൻ രണ്ടാം നിര നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് അധികാരത്തിലെത്തിയ ഉടനെ തന്നെ യോഗേന്ദ്ര യാദവിനെ പിടിച്ച് ചവിട്ടി പുറത്താക്കി. കാരണം എന്നേക്കാൾ ബുദ്ധിയുള്ളവർ ഇതിൽ വേണ്ട എന്നുള്ളതായിരുന്നു. യോഗേന്ദ്ര യാദവിനോട് അത്രയും ക്രൂരമായ രീതിയിലുള്ള ഒരു ചതിയാണ് അദ്ദേഹം ചെയ്തത്. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്നത് ഒരു ബുദ്ധി രാക്ഷസനാണ്. രാഷ്ട്രീയത്തിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ശേഷി കൊണ്ടാണ് AAP എന്ന പാർട്ടി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ശാന്തിഭൂഷന്റെ മകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവരെയൊക്കെ അദ്ദേഹം ടൂളായിട്ട് ഉപയോഗിച്ചു. അവരൊന്നും അർഹിക്കുന്ന രീതിയിൽ പരിഗണിച്ചില്ല. പിന്നീട് ഇദ്ദേഹത്തെ സ്തുതിച്ച് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ എല്ലാ ഏർപ്പാടിനും കൂട്ടു നിൽക്കുന്ന മനീഷ് സിസോദിയെ രണ്ടാമനായിട്ട് ഉപയോഗിച്ചു. സിസോദിയെ ജയിലിലാണ്. ഇദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ജയിലിലായിരിക്കെ ജനങ്ങളുടെ വിവരങ്ങൾ ഞാൻ സുനിതയോടാണ് ചോദിച്ച് അറിഞ്ഞിരുന്നതെന്നും തന്റെ അസാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളുടെയും ചുമതല അവർ ഏറ്റെടുത്തെന്നും കെജ്രിവാൾ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ആരാണ് സുനിത AAP എന്ന പാർട്ടിയുടെ? അതായത് കോൺഗ്രസിനകത്തും സമാജ്വാദി പാർട്ടിക്കകത്തും തൃണമൂൽ കോൺഗ്രസിലും DMKയിലും ഒക്കെയുള്ള കുടുംബവാഴ്ച AAP എന്ന പാർട്ടിയിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. പഞ്ചാബിൽ പിന്നെ ഭഗവന്ത് സിംഗ് മാൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഭഗവന്ത് സിംഗ് മാൻ അത്യാവശ്യം വെള്ളമടിക്കുന്നേ ഉള്ളൂ. നന്നായി സംസാരിക്കാനും നർമ്മബോധമുള്ള ആളാണ്, ഒക്കെയാണ്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ MP എന്ന രീതിയിലുള്ള പ്രകടനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നല്ലതായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും ശേഷിയുള്ള ആളും അദ്ദേഹം തന്നെയായിരുന്നു. കോൺഗ്രസിനെ അമരീന്ദർ സിംഗിനെ പിടിച്ച് മാറ്റുന്നു, ചന്നിയെ കൊണ്ടുവരുന്നു, സിദ്ധു പറയുന്നത് കേട്ടിട്ട് രാഹുൽ ഗാന്ധി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ഇപ്പൊ സിദ്ധു എവിടെ എത്തി എന്നുള്ളത് അറിയില്ല. പഞ്ചാബിലെ ഭരണം അങ്ങനെ കൊളാക്കിയത് അവര്. പിന്നീട് അവിടെ ശേഷിയുള്ള ആളെ ഭഗവന്ത് സിംഗ് മാനായിരുന്നു. എന്തായിരുന്നാലും സുനിത കെജ്രിവാളിനെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയും ബൂസ്റ്റ് ചെയ്യുകയും ഝാൻസി റാണിയെ പോലെയാണ് എന്നൊക്കെ പറയുകയും വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്പത്തരത്തിന്റെ അങ്ങേ തലക്കിലും അധികാര ഭ്രാന്തിന്റെ അങ്ങേ തലക്കിലും കുടുംബവാഴ്ച കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെയും ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ജനങ്ങളുടെ വിവരങ്ങൾ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടി മിഷനറി ഉപയോഗിച്ചല്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സഹപ്രവർത്തകരിലൂടെയല്ലേ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്? അതായത് ഇടക്കാല ജാമ്യം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ തനിക്ക് ശേഷം വേറെ ആരെയും കൊണ്ടുവരരുത്, സുനിതയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കണം എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പോയത്. പണ്ട് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയപ്പോൾ ഈ മിണ്ടാപ്രാണികൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയിൽ കുംഭകോണം നടത്തിയ ആളാണ്, അതിൽ കൈയിട്ട് വാരിയ ആളാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഈ 5-6 മക്കളുടെ അമ്മയായിട്ട് കഞ്ഞിയും കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാബ്രി ദേവിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയതുപോലെ വരുമ്പോൾ മക്കളെയാണ് കൊണ്ടിരുന്നത്. തേജസ്വി യാദവിനെയും ബാക്കിയുള്ളവരെ കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി വരെ ആക്കിയിരുന്നു നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ. അങ്ങനെ കൊണ്ടുവരുന്നത് ആ രീതിയിലുള്ള കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം പോകുന്നു. ഇന്ത്യ സഖ്യത്തിനകത്തുള്ള എല്ലാ കക്ഷികളുടെ രീതി ഇത് തന്നെയാണെന്നുള്ളതാണ്. രണ്ടാമത് സുനിത കെജ്രിവാൾ ഇന്നലെ അവിടെ സംസാരിച്ച ഒരു കാര്യം ഈസ്റ്റ് ഡൽഹിയിലെ ഗാന്ധിനഗറിൽ ഇന്നലെ സംസാരിച്ചത്
ഭർത്താവ് വീണ്ടും ജയിലിൽ പോകാതിരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. എന്റെ ഭർത്താവിനെ ജയിലിലാക്കാതിരിക്കാൻ. അതിനർത്ഥം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ AAPക്ക് പ്രാതിനിധ്യമുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ അഴിമതിയോട് സന്ധി ചെയ്യും, അഴിമതിക്കാരെ സംരക്ഷിക്കും, അവരെ ജയിലിലാക്കില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. അഴിമതി പിന്നെ ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ മൗലിക അവകാശമാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്റെ ഭർത്താവ് ജയിലിൽ പോവില്ല, കത്തുണരും മുടിക്കുന്നവരൊന്നും ജയിലിൽ പോവില്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനം അവരെടുത്തിരിക്കുന്നു. അഴിമതിയോട് സന്ധി ചെയ്യാൻ, അഴിമതിക്കെതിരെ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണെന്ന് കൂടി ആലോചിക്കണം. ഷീലാ ദീക്ഷിത് അഴിമതിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസുമായിട്ടാണ് മുന്നണി. കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് വന്നതാണ്. അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് അതായിരുന്നു. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പിന്നെ ചിഹ്നം ചൂലായിരുന്നു. ചൂലെന്ന് പറഞ്ഞത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കലുള്ള ചൂലെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായിരുന്നാലും അരവിന്ദ് കെജ്രിവാൾ പോകുന്ന വഴി ശരിയല്ല. അരവിന്ദ് കെജ്രിവാളില് 2013-14 അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ ഏറെ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ ഡബിൾ ഫേസ് ഉള്ള ആളാണ്. അദ്ദേഹം പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത്. എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. 7 മണ്ഡലങ്ങളാണ് ദില്ലിയിൽ ലോക്സഭയിലേക്കുള്ളത്. എന്തായിരിക്കും സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. പ്രവചനാതീതമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും AAP തമ്മിലുള്ള മുന്നണി ബന്ധം കോൺഗ്രസുകാർക്ക് ദഹിച്ചിട്ടില്ല. PCC പ്രസിഡന്റ് രാജിവെച്ചു. കനയ്യകുമാറിനെ അവിടെ സീറ്റ് കൊടുത്തത് ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ബീഹാറിലുണ്ടായിരുന്ന ബഹുസരായ മണ്ഡലത്തിൽ പിന്നെ മുമ്പ് മത്സരിച്ചത് കനയ്യകുമാർ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ. അതിന് ശേഷമാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്. CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് പ്രായമായ സംസ്ഥാന സെക്രട്ടറി അടിക്കുകയും ഓഫീസിലെ AC എടുത്തുകൊണ്ട് പോവുകയും. ഇത് സാധാരണക്കാരുടെ വർത്താനൊക്കെ പറയും. JNUവിലൂടെ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളാണ് കനയ്യകുമാർ. പക്ഷേ കനയ്യകുമാർ ആ ക്വാളിറ്റി എല്ലാം ഇല്ലാതാക്കി. എന്തായിരുന്നാലും ആവർത്തിച്ച് പറയുന്നു, അരവിന്ദ് കെജ്രിവാൾ ഉഡ്ഡായിപ്പിന്റെ രാഷ്ട്രീയക്കാരനാണ്.